62 സങ്കീർത്തനം 5 വാക്യം. എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവനിൽ നിന്ന് വരുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. 1 വാക്യത്തിലും താൻ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ദൈവത്തെ നോക്കി മൗനമായിരിക്കാനായിട്ട് ഒരാൾക്ക് സാധിക്കണമെങ്കിൽ ദൈവം ഉത്തരമരുളുന്നത് തക്ക സമയത്തായിരിക്കും. God is not too early, is not too late. ദൈവം ഒരിക്കലും നേരത്തെ ആകില്ല, ഒരിക്കലും താമസിക്കുകയുമില്ല. ദൈവം on his own time. ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മൗനമായിരിക്കാം. 2, ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ പരിപൂർണമാണ്. അതിനോടൊന്നും കൂട്ടുവാൻ, അതിനോടൊന്നും കുറയ്ക്കുവാൻ നമുക്ക് കഴിയില്ല. ദൈവം ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നത്. കാരണം ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ സമാനതകളില്ലാത്ത പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം: ദൈവത്തെ ഓർത്ത്, ദൈവത്തെ നോക്കി നാമും മൗനമായിരിക്കാം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും.